സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോഡ് ഗെയിമേഴ്സ്. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെച്ചാൽ ഡീറ്റെയിൽസ് ആൻഡ്രിയസ് തന്നെയാണ് ഗൈസൊക്കെ. അപ്പോൾ ഇന്ന് നമ്മളോട് ഈ റൈഡൻ രാവിലെ തന്നെ വന്നിട്ട് ഏതാണ്ട് ഒരു പണി പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ഒരു ഇന്ത്യൻ കാർ വന്ന് കിടപ്പുണ്ടെന്നാണ് ഗൈസൊക്കെ. അപ്പം നമ്മൾ അതിന്ന് അടിച്ചു മാറ്റാനാണ് പോകുന്നത് ഗൈസൊക്കെ. നമ്മുടെ കൂട്ടത്തിൽ ഇവനോടുണ്ട്. അതായത് നമുക്കിനി ആ കാർ അടിച്ചു മാറ്റണം ഗൈസൊക്കെ. അതിന് നമുക്ക് ഒരു ഇവിടുത്തെ കാർ എടുത്തോണ്ട് പോകാം ഗൈസൊക്കെ. നമുക്കതിൽ നമ്മുടെ ബുക്കാട്ടി എടുത്തോണ്ട് പോകാം ഗൈസൊക്കെ. അതിലും ബുക്കാട്ടി മേടിച്ചിട്ട് നമുക്ക് ഒന്നിടാൻ പോയേക്കാം. ഓക്കെ, അവൻ കയറാത്ത ഗൈസൊക്കെ. അവിടെയൊക്കെ ഉരഞ്ഞിട്ടുണ്ട്, എന്നാലും വലിയ സീനൊന്നും ഇല്ല നമ്മുടെ വണ്ടിക്ക്. ഓക്കെ, നമുക്ക് ഏതായാലും നമ്മുടെ അവിടോട്ട് പോകാം ഗൈസൊക്കെ. നമുക്ക് പോലീസ് സ്റ്റേഷനിലോട്ട് പോകാം ഗൈസൊക്കെ. പോലീസ് സ്റ്റേഷനിൽ അന്ന് വണ്ടി കടന്നിടത്താന്നാണ് പറഞ്ഞത് ഗൈസൊക്കെ. ഒരു ഇന്ത്യൻ കാർ നമുക്ക് അന്ന് കിട്ടിയ ഒരു പോർഷയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു ഇന്ത്യൻ കാറാണ് കിട്ടുന്നത്. ഏത് കാറാണെന്നും അറിയത്തില്ല. അതായത് നമുക്ക് നോക്കാം ഗൈസൊക്കെ. ഇതുവരെയായിട്ടൊരു വീഡിയോയ്ക്ക് നിങ്ങൾ ലൈക്ക് അടിച്ചിട്ടില്ലേ, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഗൈസൊക്കെ. നമ്മളങ്ങനെ ഏകദേശം പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ എടുക്കൽ എത്താറായിട്ടുണ്ട് ഗൈസൊക്കെ. നമുക്ക് ഇവിടെ നിന്ന് നോക്കണം ഗൈസൊക്കെ. ആ ഒരു വണ്ടിയൊക്കെ കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. നമുക്ക് ഏതായാലും പോലീസ് സ്റ്റേഷനിൽ ഇവിടെ ചെന്ന് നോക്കാം ഗൈസൊക്കെ. ഗൈസൊക്കെ ഇവിടെ ഫുള്ള് സെക്യൂരിറ്റി ഒക്കെ വെച്ച് അവരൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഗൈസൊക്കെ. നമ്മളപ്പോൾ അങ്ങോട്ട് കടത്തിയൊന്നും വിടത്തില്ല. ഇപ്പം നമ്മൾ അന്നത്തെ പോലെ തന്നെയാണ് ഗൈസൊക്കെ. സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. നമ്മളങ്ങോട്ടൊന്നും കടത്തിയൊന്നും വിടത്തില്ല. അപ്പം നമ്മൾ ഏതുവഴിയിലും എങ്ങനെയും ഒക്കെ ചാടി വേണം പോകാൻ ഗൈസൊക്കെ. നമുക്ക് അന്ന് പോയ പോലെ പോകാം ഗൈസൊക്കെ. നമുക്ക് ഈ ഒരു കാർ എവിടെയെങ്കിലുമൊക്കെ ഒളിപ്പിച്ചിടാം ഗൈസൊക്കെ. പിന്നെയെന്ന് വെച്ചാൽ ഇത് നമുക്ക് അതിൻ്റെ അകത്ത് ഇടണ്ട ഗൈസൊക്കെ. അവിടെ ഇടണ്ട ഗൈസൊക്കെ. ഇത് കുറച്ച് ബുക്കാട്ടിയാണ്, കുറച്ച് വില കൂടിയ കാറൊക്കെ ആയതുകൊണ്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ചിടാം ഗൈസൊക്കെ. ഇവിടെ എപ്പോഴാണ് ആരാണ് എടുത്തുകൊണ്ട് പോകുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്കിത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് ഒളിപ്പിച്ചിടാം ഗൈസൊക്കെ. ഒത്തിരി അങ്ങോട്ടൊന്നും പോകണ്ട ഗൈസൊക്കെ. നമുക്ക് പിന്നെ ഇത് പറ്റത്തില്ല ഗൈസൊക്കെ. അവിടെ നിന്ന് ഇവിടം വരെ നടന്ന് വരണം ഗൈസൊക്കെ. അതുകൊണ്ട് നമുക്ക് ഇവിടെ ആരും കാണാത്തൊരു രീതിക്ക് ഇവിടെ അങ്ങോട്ട് ഇടാം ഗൈസൊക്കെ. നമുക്ക് ഇവിടെ ഏതായാലും ഈ ഒരു വണ്ടി ഇട്ടിട്ട് നമുക്ക് ആ പോലീസ് സ്റ്റേഷനിലോട്ട് പോകാം ഗൈസൊക്കെ. നമ്മുടെ വണ്ടി ഇവിടെ കിടന്നാൽ മതിയായിരുന്നു ഗൈസൊക്കെ. നമുക്കായാലും പോലീസ് സ്റ്റേഷനിലോട്ട് പോകാം ഗൈസൊക്കെ. നമ്മുടെ അടുത്ത് റൈഡനും കൂടെ ഉണ്ട് ഗൈസൊക്കെ. രാവിലെ തന്നെ അവനാണ് വന്നത് ഈ പോലീസ് സ്റ്റേഷനിൽ കാറുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ അത് ആരുടെ കാറാണെന്നൊന്നും നമുക്കറിയത്തില്ല. എന്നാലും കാറ് വന്നു, നമ്മളത് എടുക്കാൻ പോകുന്നു ഗൈസൊക്കെ. അത്രേ ഉള്ളൂ. വരുന്നുണ്ട്. അപ്പോൾ ഗൈസൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുക ഗൈസൊക്കെ. പിന്നെ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അങ്ങനെയാണ് മൈൻക്രാഫ്റ്റിൻ്റെ ഇടാം ഗൈസൊക്കെ. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ ആ പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ ആ ഒരു ഇതുള്ളത് ഗൈസൊക്കെ. നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ ആ മതിലുള്ള ഇവിടാണ്. നമുക്കപ്പം ഇതുവഴി വേണം ചാടി കിടക്കാൻ. അപ്പം മറ്റവനെ കാണുന്നില്ല ഗൈസൊക്കെ. റൈഡനെ കാണുന്നില്ല. ഇതാണ്ട് അവൻ അവിടെ അനങ്ങാൻ നിൽക്കുകയാണ്. ഓക്കെ, ഇതാണ്ട് വരുന്നുണ്ട് അവൻ. ഗൈസൊക്കെ അവൻ അവിടെ കിടന്ന് എന്തൊക്കെ കാണിക്കുകയാണ്. നമുക്ക് ഏതായാലും പോകാം ഗൈസൊക്കെ. നമുക്കപ്പോൾ ഒരു കാർ എടുക്കണം ഗൈസൊക്കെ. ഇവിടുന്ന് ജസ്റ്റ് നമുക്ക് ഈ ഒരു ഇവിടുന്ന് ഏതെങ്കിലുമൊക്കെ കാറുണ്ടെങ്കിൽ അതും കൂടെ എടുത്തിട്ട് വേണം പോകാൻ ഗൈസൊക്കെ. കാർ വേണ്ട ഗൈസൊക്കെ. നമുക്ക് കുറച്ച് നീളമുള്ള കാറ് വേണം. നമുക്ക് ചാടാൻ പറ്റുള്ളൂ ഗൈസൊക്കെ. ഓക്കെ, ഇത് മതി. നമുക്കിതിൻ്റെ മണ്ടക്ക് കയറി നിന്നിട്ട് ചാടാം ഗൈസൊക്കെ. അങ്ങോട്ട് ആകുമ്പം അതിൽ ചാടാൻ പറ്റുമല്ലോ. ഈ ഒരു കാർ ഏതാണെന്നറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ കാർ കൊള്ളാമെന്ന് തോന്നുന്നു ഗൈസൊക്കെ. ഇന്നലെ ആണെങ്കിൽ നമ്മൾ 2 വാനൊക്കെ മേടിച്ച് കൊടുത്തായിരുന്നു ഗൈസൊക്കെ. ഗ്രോസറി ഗ്യാങ്ങിന്. നിങ്ങളത് കണ്ടിട്ടില്ല, ഒന്ന് ഉറപ്പായിട്ടൊന്ന് പോയി കാണണം ഗൈസൊക്കെ. ഗൈസൊക്കെ ഈ ഒരു കാറും കൊണ്ട് നമുക്ക് അവിടെ മതിലിൻ്റെ അവിടോട്ട് ചെല്ലണം ഗൈസൊക്കെ. മറ്റവനെ കാണുന്നില്ല ഗൈസൊക്കെ. അവൻ എവിടെ പോയതൊന്നും ഒരു പിടുത്തവും ഇല്ല. അതായത് നമുക്ക് ഈ കാർ കൊണ്ട് പോകാം ഗൈസൊക്കെ. അവൻ ഇവിടെ കാണുന്നു കാണുന്നില്ല ഗൈസൊക്കെ. അവനെ കൂടെ വിളിച്ച് കയറ്റാം കാറിലോട്ട്. അവനെ കയറ്റിട്ടും വലിയ കാര്യമൊന്നുമില്ല ഗൈസൊക്കെ. അവൻ എന്നാലും ചാടി വരുമോ എന്ന് സംശയമാണ്. ഏതായാലും ഇവനെ നമ്മുടെ കാറിൻ്റെ അവിടെ കൊണ്ട് വിടണ്ടായിരുന്നു ഗൈസൊക്കെ. ആ കാർ നോക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് നമുക്ക് ഇവിടെ ഇട്ടൊന്ന് വണ്ടി ഇങ്ങനെ കൊണ്ടിടണം. ഓക്കെ, ഇനി അങ്ങോട്ട് നമ്മൾ ചാടിക്കണം ഗൈസൊക്കെ. അങ്ങനെ നമ്മൾ ആ ഒരു മതിൽ ചാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ആ ഒരു കാറ് കിടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ പോർഷെ എടുത്തപ്പോൾ അതിൻ്റെ കളറ് മാറ്റിയാണ് നമ്മൾ വാണ്ടഡ് ലെവൽ മാറ്റിയത്. ഇത്തവണ അതിൻ്റെ കളറൊന്നും മാറ്റാതെ നമുക്ക് വാണ്ടഡ് ലെവൽ മാറ്റണം. ഓ ഗൈസൊക്കെ, അവൻ വരുന്നുണ്ട് ഗൈസൊക്കെ. അവനെ നമുക്ക് ഇവിടെ നിർത്താം ഗൈസൊക്കെ. അല്ലെങ്കിൽ ശരിയാത്തില്ല ഗൈസൊക്കെ. അവനൊക്കെ വന്നാൽ ഗൈസൊക്കെ അവിടെ പോലീസുണ്ട് ഗൈസൊക്കെ. അവർ കാണാതെ വേണം നമുക്ക് പോകാൻ. അവൻ കണ്ടിട്ടില്ല ഗൈസൊക്കെ ആ പോലീസ്.
നൈസായിട്ട് അകത്തോട്ട് കയറാം ഈസൊക്കെ. ചിലപ്പോൾ പോലീസിൻ്റെ കാർ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് ഈസൊക്കെ. നമ്മളപ്പം എന്തെങ്കിലും ഒളിച്ചിരിക്കണം ഈസൊക്കെ. ചിലപ്പോൾ അതുകൊണ്ട് ഈസൊക്കെ ഇവിടെ പോലീസുണ്ട്. ഒരു പോലീസ് അങ്ങോട്ട് പോയിട്ടുണ്ട്. രണ്ടാമത്തെ പോലീസും പോയിട്ടുണ്ട് ഈസൊക്കെ. നൈസായിട്ട് ഇവിടെ ഇരിക്കുക ഈസൊക്കെ. നമുക്ക് ആ ഒരു കാറൊക്കെ തന്നെ എവിടെ ഉള്ളതെന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം ഈസൊക്കെ. നമുക്ക് കാറൊക്കെ എവിടെ ഉള്ളതെന്നൊന്നും അറിയത്തില്ല. അതായത് നമുക്ക് ആ കാർ എടുക്കണം ഈസൊക്കെ. ഇവിടെ പോലീസൊക്കെ ഉണ്ട്. നമുക്ക് ഏതായാലും ആ ഒരു കാറൊക്കെ അവിടെ നിന്ന് പോയി എടുക്കാം ഈസൊക്കെ. നമുക്ക് ഏതാണ്ടൊക്കെ പൊട്ടിത്തെറിക്കുന്നൊക്കെ ശബ്ദം കേട്ടോ ഈസൊക്കെ. എന്താണെന്നൊന്നും അറിയത്തില്ല. ഇവിടെയൊക്കെ വെച്ച് ഏതാണ്ടൊക്കെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. റൈഡർ അവിടെ നിൽക്കുവാണ്. വേണം അവനെ കൂടെ വിളിക്കാം. ഓക്കെ ഈസൊക്കെ. ഞാനാണെങ്കിൽ ആ കാർ ഗൈസ് അങ്ങനെ നമുക്ക് കാറൊക്കെ കിട്ടിയിട്ടുണ്ട് ഈസൊക്കെ. ഫുൾ വാട്ടർ ലെവലൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ നമ്മുടെ കാർ ഏതെങ്കിലും കത്താറൊക്കെ ഇട്ടുണ്ട്. ഇവരൊന്ന് കയറി വരണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോകുമായിരുന്നു. ഗൈസൊക്കെ പോലീസൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് എങ്ങനെയും ഈ കാർ കൊണ്ട് രക്ഷപ്പെടണം ഗൈസൊക്കെ. ഇടിച്ചിടിച്ചിടിച്ച് ഗൈസൊക്കെ. എനിക്ക് തോന്നുന്നത് റിപ്പയർ ചെയ്യാൻ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല ഗൈസൊക്കെ. ഫുള്ള് വാണ്ടഡ് ലെവലൊക്കെ നമുക്ക് 3 സ്റ്റാർ വാണ്ടഡ് ലെവൽ വന്നിട്ടുണ്ട് ഗൈസൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് കാറിവിടെ കത്തുന്നുമുണ്ട്. ടയർ അവർ പൊട്ടിച്ചിട്ടുമുണ്ട് ഗൈസൊക്കെ. അതുകൊണ്ട് നമുക്ക് ഓടിക്കാൻ കുറച്ച് പാടാണ് ഗൈസൊക്കെ. കണ്ട ഗൈസൊക്കെ ഫുള്ള് പോലീസാണ്. നമ്മളെ വണ്ടിയൊക്കെ ഇവിടെ ഏകദേശം കുടുങ്ങിയിട്ടുണ്ട് ഗൈസൊക്കെ. നമ്മുടെ വണ്ടി കത്തുമെന്ന് തോന്നുന്നു ഗൈസൊക്കെ. എനിക്കൊന്നും അറിയത്തില്ല. കണ്ട ഗൈസൊക്കെ കറങ്ങുവാണ് വണ്ടി കിടന്ന ഗൈസൊക്കെ. നമുക്ക് അങ്ങനെയായാലും ഈ വണ്ടിയും കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടണം ഗൈസൊക്കെ. നമുക്കായാലും മറ്റേതെങ്കിലുമൊക്കെ ഇടവഴി കയറ്റിക്കൊണ്ട് പോകാം ഗൈസൊക്കെ. ഇത് പതിയെ ഓടിക്കണം ഗൈസൊക്കെ. കുറച്ച് സ്പീഡിൽ ഓടിച്ചാൽ പിന്നെ ഇത് നമുക്ക് കിട്ടത്തില്ല. പോകും ഗൈസൊക്കെ. കയ്യിൽ നിന്ന് വണ്ടി പോകും. നമുക്കായാലും പുറത്തോട്ട് പോകാം ഗൈസൊക്കെ. നമ്മുടെ വണ്ടി അപ്പുറത്തെ സൈഡിൽ കിടക്കുന്നുള്ളത് കൊണ്ട് നമുക്ക് ഇതുവഴി പോകും ഗൈസൊക്കെ. കണ്ട ഗൈസൊക്കെ നല്ലൊരു ഡ്രിഫ്റ്റ് ആവുകയാണ് ഗൈസൊക്കെ ഈ വണ്ടിയിൽ. കാരണം നമ്മുടെ വണ്ടി ടയർ അവർ പൊട്ടിച്ചിട്ടുണ്ട് ഗൈസൊക്കെ. നമുക്കായാലും എവിടെയൊക്കെ ഒളിച്ചിരിക്കുക ഗൈസൊക്കെ. കണ്ട ഗൈസൊക്കെ നമ്മുടെ വണ്ടി കത്തി തീരാറായിട്ടുണ്ട് ഗൈസൊക്കെ. എവിടെ കണ്ടു ഗൈസൊക്കെ വന്നത് നമുക്കറിയത്തില്ല ഗൈസൊക്കെ. ഇതിൻ്റെ നല്ലതായിട്ട് ഇതുണ്ട് ഗൈസൊക്കെ. ടയറൊക്കെ പൊട്ടിയിട്ടുള്ളതുകൊണ്ട് കുറച്ച് ഇതാണ് ഗൈസൊക്കെ. ഏതായാലും നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്വിഫ്റ്റാണ് ഗൈസൊക്കെ. ഇതാണെന്ന് തോന്നുന്നു അവൻ പറഞ്ഞ ഇന്ത്യൻ കാർ ഗൈസൊക്കെ. ഗൈസൊക്കെ പഴയ മോഡൽ സ്വിഫ്റ്റാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ എന്തോ ഗൈസൊക്കെ ഇതിൻ്റെ ടയർ പൊട്ടിച്ചിട്ടുണ്ട് ഗൈസൊക്കെ അവന്മാർ. ഇവിടെ പോലീസൊക്കെ വെടി വെക്കുന്നുണ്ട്. നമ്മളൊക്കെ കിട്ടുന്നില്ല ഗൈസൊക്കെ. എവിടെയാണെന്നും അറിയാതാന്ന് തോന്നുന്നു അവന്മാർ വെടി വെക്കുന്നത്. നമുക്കതിൽ ഇങ്ങോട്ട് പോകാൻ പറ്റില്ല ഗൈസൊക്കെ. അപ്പുറം വഴി പോകണം ഗൈസൊക്കെ. നമുക്ക് ഇതുവഴി അങ്ങോട്ട് പോയേക്കാം ഗൈസൊക്കെ. ഗൈസ് അങ്ങനെ നമുക്ക് ഇതിൻ്റെ കയ്യിൽ നിന്നൊക്കെ രക്ഷപ്പെടണം ഗൈസൊക്കെ. 3 സ്റ്റാർ വാട്ടർ ലെവലുണ്ട്. പിന്നാണെങ്കിൽ നമ്മുടെ ടയറൊക്കെ പൊട്ടിയിട്ടുണ്ട് ഗൈസൊക്കെ. ഗൈസൊക്കെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇതുകൊണ്ട് പോയി ഒളിച്ചിരിക്കണം ഗൈസൊക്കെ. പിന്നെ നമ്മുടെ വാണ്ടഡ് ലെവലൊന്നും മാറത്തൊന്നും ഇല്ല ഗൈസൊക്കെ. ഗൈസൊക്കെ നമുക്കിവിടെ എങ്ങനെയൊക്കെ ഒളിച്ചിരിക്കുക ഗൈസൊക്കെ. പോലീസ് വരുമോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല ഇവിടെ ഗൈസൊക്കെ. ഞാൻ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഒളിച്ചിരിക്കട്ടെ ഗൈസൊക്കെ. നമുക്ക് ഇവിടെ ഒളിച്ചിരിക്കാം. സോ ഗൈസ് അങ്ങനെ നമ്മുടെ വണ്ടിയൊക്കെ റിപ്പയർ ചെയ്ത് ഇറക്കിയായിരുന്നു ഗൈസൊക്കെ. ടയറൊക്കെ മാറ്റി നമ്മുടെ വാണ്ടഡ് ലെവലൊക്കെ എന്നാണ് പോയിട്ടുണ്ട്. ആ പുകയൊക്കെ വരുന്ന മാറ്റി ടയറും എല്ലാം മാറ്റി നമ്മൾ സെറ്റാക്കി അവിടെ ഒളിച്ചിരിക്കുമായിരുന്നു ഗൈസൊക്കെ. നമ്മളവിടെ ഒളിച്ചിരുന്നപ്പോഴത്തേക്കിനും ആരും വരാത്തതുകൊണ്ട് ഞാനാണെങ്കിൽ ജസ്റ്റ് ആണെങ്കിൽ ആ ടയറും മാറ്റി വണ്ടിയുടെ എഞ്ചിനൊക്കെ ഒന്ന് റിപ്പയർ ചെയ്തൊക്കെ എടുത്ത് ഗൈസൊക്കെ. അങ്ങനെ നമുക്ക് ആ ഒരു വണ്ടിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനിയും നമുക്കാണെങ്കിൽ നമ്മുടെ വീട്ടിലോട്ട് വേണം ഗൈസൊക്കെ. പിന്നെ നമുക്കൊരു ബുക്കാട്ടിയും കൂടെ ഉണ്ട് ഗൈസൊക്കെ. അതും കൂടെ എടുക്കണം. ഏതായാലും നമുക്ക് അപ്പം നമ്മളാർക്കും അത്രയ്ക്ക് പിടിയൊന്നും ഇല്ല ഗൈസൊക്കെ. നമ്മളവിടെ നിന്ന് വെള്ള സ്വിഫ്റ്റാണ് എടുത്തത്. ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ കളറൊന്ന് മാറ്റണം ഗൈസൊക്കെ. അതാകുമ്പോൾ പിന്നെ പോലീസ് മനസ്സിലാക്കില്ല ഗൈസൊക്കെ. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡൗട്ടൊക്കെ അടിക്കും ഗൈസൊക്കെ. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ കളറൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റി വിട്ടേക്കാം ഗൈസൊക്കെ. ഇവിടാണ് നമ്മുടെ കളറ് മാറ്റുന്ന ഷോപ്പ് ഗൈസൊക്കെ. അപ്പോൾ ഏതായാലും കളറ് മാറ്റാൻ കയറ്റിയിട്ടുണ്ട് ഗൈസൊക്കെ. നമ്മൾ $100 എടുത്തിട്ട് കളറൊക്കെ മാറ്റിയിട്ടുണ്ട് ഗൈസൊക്കെ. ഇപ്പോൾ പോലീസിനിപ്പോൾ വലിയ പിടുത്തമൊന്നും ഇല്ല ഗൈസൊക്കെ. പോലീസാണ് നിൽക്കുന്നത്. 2-3 ഗൈസൊക്കെ. 2 പോലീസൊക്കെ പോയിട്ടുണ്ട്. അവിടെ 3 പോലീസുണ്ട്. നമുക്കതിൽ ഇതുവഴി എടുത്തോണ്ട് പോകാം ഗൈസൊക്കെ. വലിയ സീനൊന്നും ഇല്ല
ഓക്കെ, പോലീസാണ് ഈസൊക്കെ അവിടെ നിൽക്കുന്നത്. നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഈസൊക്കെ നമുക്ക് ഏതായാലും ഈ ഒരു വണ്ടി നമ്മുടെ ഗ്യാരേജിൽ കൊണ്ടുവരണം ഈസൊക്കെ. എന്നിട്ട് നമുക്കൊരു ബുക്കാട്ടി ഉണ്ട് ഈസൊക്കെ, നമുക്ക് അതും കൂടെ ഒന്ന് എടുക്കണം ഈസൊക്കെ എന്നാണല്ലോ. അപ്പം അതെടുത്തിട്ട് വേണം നമുക്ക് ഇത് നമ്മുടെ കാർ ബുക്കാട്ടി ഇതിൻ്റെ അകത്ത് കൊണ്ടുവെക്കണം ഈസൊക്കെ. ഏതായാലും ഇവിടെ ഒന്നും മാപ്പ് ലോഡായിട്ടില്ല, അതുകൊണ്ടാണ് ഈസൊക്കെ. ജസ്റ്റ് വെയിറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ഏതായാലും ഈ ഒരു കാർ ഇവിടോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഈസൊക്കെ. നമുക്കതിൽ ഇതെടുത്ത് നമുക്ക് അവിടോട്ടിടാം ഈസൊക്കെ. ജസ്റ്റ് ഇതിൻ്റെ അകത്തോട്ടിടാം ഇല്ലേ വേണ്ട ഈസൊക്കെ. നമുക്കാണെങ്കിൽ ഈ റൈഡറിനെ ആദ്യം വെളിയിലോട്ട് ഇറക്കാം ഈസൊക്കെ. ഇല്ലെങ്കിൽ റൈഡനും കൂടെ വന്നാൽ പിന്നെ അവൻ ഇറങ്ങത്തില്ല ഈസൊക്കെ. വലിയ പാടായിരിക്കും അവനെ കൊണ്ട് പോയാൽ. ഈസൊക്കെ നമുക്ക് ഏകദേശം ഇവിടൊക്കെ കൊണ്ട് വണ്ടി ഇടാം. ഈസൊക്കെ ഇനി നമുക്കാണെങ്കിൽ നമ്മുടെ ആ ഒരു കാറ് തന്നെ എടുക്കാൻ പോകണം ഈസൊക്കെ. നമ്മുടെ ബുക്കാട്ടി എടുക്കാൻ പോകണം. അതായത് ഇവനെയും കൂടെ വിളിച്ചുകൊണ്ട് നമുക്ക് പോകാം ഈസൊക്കെ നമ്മുടെ ബുക്കാട്ടി എടുക്കാൻ. നമ്മൾ ഈ ഒരു കാറിലൊക്കെയാണ് ഈസൊക്കെ പോകുന്നത്. ഇത് സ്വീറ്റിൻ്റെ കാറാണ്. അപ്പം നമുക്ക് ഇവത്തിലൊക്കെ പോകാൻ മതി ഈസൊക്കെ. അപ്പം ഈസൊക്കെ നിങ്ങൾ ഇതുവരെയായിട്ട് വീഡിയോ ലൈക്ക് അടിച്ചിട്ടില്ല, ഒന്ന് ലൈക്ക് അടിക്കുക ഈസൊക്കെ. നമുക്കാണെങ്കിൽ ഇനിയിപ്പം നമ്മുടെ കാറ് കിടക്കുന്നിടത്തോട്ട് പോകണം. അത് പോലീസുകാർ കണ്ടോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. നമ്മളേതായാലും അങ്ങോട്ട് പോലീസൊന്നും വന്നിട്ടില്ലെന്നുള്ള കാര്യം ഉറപ്പാണ് ഈസൊക്കെ. ഏതാണ്ട് ഈ ഒരു ഇടവഴി കയറ്റിക്കൊണ്ടു പോകാം. നമ്മളേതായാലും പോലീസ് സ്റ്റേഷൻ്റെ അടിക്കൽ എത്തിയിട്ടുണ്ട് ഈസൊക്കെ. നമുക്ക് പോലീസ് സ്റ്റേഷനിലല്ല പോകേണ്ടത്, നമുക്ക് പകരം ഇവിടോട്ടാണ് ഈസൊക്കെ പോകണം, നമ്മുടെ ആ ഓടാട് എടുക്കലോട്ട് ഈസൊക്കെ. ഇതുവഴിയാണ് ഈസൊക്കെ അങ്ങോട്ട് പോകുന്നത് ഈസൊക്കെ. ജസ്റ്റ് നമുക്ക് സ്വീറ്റിൻ്റെ വണ്ടി താണ്ട് ഇതിൻ്റെ അകത്ത് കൊണ്ടിടാം ഈസൊക്കെ. ഈ സാധനത്തിൻ്റെ അകത്ത് നമ്മുടെ സ്വീറ്റിൻ്റെ വണ്ടി ജസ്റ്റ് ഒന്ന് കയറ്റിയിടാം ഈസൊക്കെ. അതാകുമ്പോൾ പിന്നെ നേരത്തെ സ്വീറ്റിൻ്റെ വണ്ടി പോകത്തില്ലല്ലോ ഈസൊക്കെ. ഇല്ലേ പിന്നെ സ്വീറ്റിന് വേറെ വണ്ടി മേടിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ തന്നെ ഒക്കെ കൊണ്ടിടാം ഈസൊക്കെ. ജസ്റ്റ് നമുക്ക് ഇവിടെ കൊണ്ടിടാം ഈസൊക്കെ. നമ്മൾ നേരത്തെ അന്ന് ഇട്ടടുത്ത് തന്നെ നമുക്ക് കൊണ്ടിടാം ഈസൊക്കെ. ഏതായാലും ഓക്കെ, അവന് ഇറങ്ങിയിട്ടുണ്ട് ഈസൊക്കെ. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു വണ്ടി എടുക്കണം ഈസൊക്കെ. ഓക്കെ ഈസൊക്കെ, നമ്മളങ്ങനെ നമ്മൾ ആ കാറിൻ്റെ അടുക്കലൊക്കെ എത്തിയിട്ടുണ്ട് ഈസൊക്കെ. നമ്മുടെ കാർ താണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, നമ്മുടെ ഈ ഒരു കാർ എടുത്തുകൊണ്ട് നമ്മുടെ വീട്ടിലോട്ട് പോകണം ഈസൊക്കെ. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ തന്നെ അതിനായിരുന്നു 2 കാറുണ്ട്. ഇതും കൂടി ഇടുമ്പോൾ 3 കാറാവും. അപ്പോൾ നമുക്ക് നമ്മുടെ മറ്റേ മനുഷ്യനെ കൊണ്ട് ഇടേണ്ട വരും ഈസൊക്കെ നമ്മളൊരു കാറ്. ഏതായാലും നമുക്ക് ഈ ഒരു കാറ് അങ്ങോട്ട് കൊണ്ടുപോകാം ഈസൊക്കെ. ആദ്യം നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുപോകാം ഈസൊക്കെ. പിന്നെ അടുത്ത എപ്പോഴേലുമൊക്കെ നമുക്ക് കൊണ്ടുപോയി ഇടാം ഈസൊക്കെ നമ്മുടെ മാൻഷനിലോട്ട് ഈ ഒരു വണ്ടി. നമ്മുടെ മറ്റേ വീട്ടിലോട്ട് പോകണം ഈസൊക്കെ. നമ്മുടെ സാധാരണ വീട്ടിലോട്ട്, ഫസ്റ്റത്തെ വീട്ടിലോട്ടാണ് പോകുന്നത് ഈസൊക്കെ നമ്മുടെ ബുക്കാട്ടിയും കൊണ്ട്. ഈസൊക്കെ നമ്മുടെ ബുക്കാട്ടി അങ്ങനെ ഒത്തിരി ആർക്കും അങ്ങനെ അറിയത്തൊന്നുമില്ല. ഈ ഒരു വഴിയൊക്കെ കൊണ്ടുപോകും ഈസൊക്കെ. നമുക്ക് അതുവഴിയൊക്കെ കറങ്ങി പോകുന്നത് നല്ലത് ഇടവഴിയൊക്കെ കയറ്റിക്കൊണ്ട് പോകുന്നതാണ് ഈസൊക്കെ. പിന്നെ പെട്ടെന്ന് എത്തിക്കോളുമല്ലോ ഈസൊക്കെ. നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ല, ഒന്ന് ലൈക്ക് ചെയ്യുക ഈസൊക്കെ. ഓ ഈസൊക്കെ, വണ്ടിയുടെ ലൈറ്റൊക്കെ ഇടിച്ചിട്ടുണ്ട് ഈസൊക്കെ. അത് നമുക്ക് സീനൊന്നുമില്ല, സീജൊക്കെ റിച്ചാണ് ഈസൊക്കെ. ഇവിടെ നിന്ന് ഗെയിം ലോഡാവാത്തതാണ് ഈസൊക്കെ. ഈസൊക്കെ നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സ്വീറ്റാണെങ്കിൽ അവൻ്റെ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് പോകാനൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു ഈസൊക്കെ. അപ്പോൾ അവൻ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഈസൊക്കെ. നമ്മുടെ വണ്ടി ഇപ്പം നമുക്കിത് തുറക്കാൻ പറ്റില്ല ഈസൊക്കെ. ഇവിടെ ഓൾറെഡി നമുക്ക് 2 വണ്ടിയുണ്ട്. അപ്പം നമുക്കിത് ഫുള്ളാവും ഈസൊക്കെ. ഈസൊക്കെ നമുക്കിത് ഫുള്ളാണ്. അതിൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ഒരു സ്വിഫ്റ്റ് നമുക്ക് അങ്ങോട്ട് മാറ്റിയിടണമെന്ന് തോന്നുന്നു ഈസൊക്കെ. അതിലൊരു മാൻഷനിലോട്ട് മാറ്റിയിടണം ഈസൊക്കെ. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബുക്കാട്ടി ഇതിൻ്റെ അകത്തിടാൻ പറ്റില്ല ഈസൊക്കെ. ഇല്ല നമുക്ക് ബുക്കാട്ടി നമ്മുടെ ആ മറ്റേ മാൻഷൻ്റെ അകത്തോട്ട് കൊണ്ടിടാം ഈസൊക്കെ. നിങ്ങൾ ഇതുവരെ ലൈക്ക് അടിച്ചിട്ടില്ല, ഒന്ന് ലൈക്ക് അടിക്കുക ഈസൊക്കെ. അതുപോലെ ഷെയർ ചെയ്തിട്ടില്ല, ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ റൈഡറിനൊക്കെ വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് റൈഡറിനെ വിടാം ഈസൊക്കെ. റൈഡറിനോട് നമ്മൾ പൊക്കോളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ അങ്ങോട്ട് പോയി ഈസൊക്കെ. നമ്മുടെ വീട്ടിനകത്ത് തോന്നില്ല. ഓക്കെ, അപ്പോൾ ഈസൊക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു ഈസൊക്കെ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ലൈക്ക് അടിച്ചിട്ടില്ല, ഒന്ന് ലൈക്ക് അടിക്കുക ഈസൊക്കെ. അപ്പോൾ അതുപോലെ ഷെയർ ചെയ്തിട്ടില്ല, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഈസൊക്കെ. ഇതൊക്കെ കുറച്ച് പാടാണ്, ഞാൻ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഒപ്പിച്ച് ഈസൊക്കെ.
ഇട്ട ഒരു രീതിക്ക് തന്നെയാണ് പിന്നെ ഇട്ടത് ഗൈസൊക്കെ. ആദ്യം നമ്മളാണെങ്കിൽ പോർഷെ അടിച്ചതുപോലെ തന്നെയാണ് ഈ ഒരു സ്വിഫ്റ്റ് അടിച്ചിട്ട്. അപ്പോൾ ഗൈസൊക്കെ ഇതുവരെയായിട്ട് നിങ്ങൾ ലൈക്ക് അടിച്ചിട്ടില്ല, ഒന്ന് ലൈക്ക് അടിക്കുക ഗൈസൊക്കെ. പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസൊക്കെ. പിന്നെ മൈൻക്രാഫ്റ്റ് കളിക്കണോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഗൈസൊക്കെ അപ്പം ഞാൻ അടുത്ത ദിവസം കാണാം ഗൈസൊക്കെ. അപ്പം അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവരും ചേർക്കും. ബൈ.